ഹലോ ഫ്രണ്ട്സ്, പെർഫെക്റ്റ് ക്രാഫ്റ്റ് ടച്ച് സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ഡ്രോയിങ് ആണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം, ഞാനൊരു കൃഷ്ണനെയാണ് വരച്ചിട്ടുള്ളത്. ഒരു ബാല്യം, ആ ഏജ് ആയിട്ടുള്ള ഒരു കൃഷ്ണൻ, ഒരു 5-6 വയസ്സായിട്ടുള്ളൊരു കൃഷ്ണൻ്റെ മുഖമാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അതിനായിട്ട് ഞാൻ പെൻസിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ പല ഷെയ്ഡ്സ് തരുന്ന പെൻസില്, ഡാർക്ക് മോഡ് തരുന്നതും കൂളായിട്ടുള്ള എഫക്റ്റ് തരുന്ന പെൻസിൽസാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഓർഡിനറി പെൻസിൽ വെച്ചിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷമാണ് ഞാൻ കുറച്ചും കൂടിയും ഡാർക്കർ ചെയ്യേണ്ടടുത്ത്, ഷെയ്ഡിങ് ചെയ്യേണ്ടടുത്ത് ഞാൻ അതിൻ്റെ രീതിയിൽ പെൻസിൽസ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്മഡ്ജറാണ് ഷെയ്ഡിങ്ങിനായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. സ്മഡ്ജർ പല നമ്പറിൽ അവൈലബിൾ ആണ്, തിക്നെസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ. അപ്പോൾ ആദ്യം ഔട്ട്ലൈനൊക്കെ വരച്ചതിന് ശേഷമാണ് ഞാൻ സ്മഡ്ജിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ പെൻസിൽ ഷെയ്ഡിങ്ങിൽ ആദ്യം ഡ്രോയിങ് വരച്ചതിന് ശേഷം പിന്നെ അത് ക്രാഫ്റ്റിലേക്ക് മാറ്റാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ 2-3 പാർട്സ് ആയിട്ടായിരിക്കും അവൈലബിൾ ആയിരിക്കുക. ഓരോ വീക്കിലാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീക്കിൽ കംപ്ലീറ്റ് ഡ്രോയിങ് ആണ് ഞാൻ കാണിക്കുന്നത് ഈ വീഡിയോയിൽ. അടുത്ത വീക്കിലായിരിക്കും അതിൽ ഞാൻ ക്രാഫ്റ്റ്, അതിൽ ഈ സെയിം പിക്ചറിൽ ക്രാഫ്റ്റിൻ്റെ വർക്കൗട്ട് കാണിക്കുന്നത്. അപ്പോൾ നേരത്തെ ഇതുപോലത്തെ പിക്ചേഴ്സ് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, പക്ഷേ വർക്കിംഗ് പ്രൊസീജിയർ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ്. അവരുടെ ലിഷർ ടൈം വളരെ എൻജോയബിൾ ആക്കാനും, കുട്ടികൾക്ക് മാത്രമല്ല ലേഡീസിനും അവർക്ക് എന്താ പറയുക, അവരുടെ ഫ്രീ ടൈം അവർക്ക് വളരെ ഹെൽപ്ഫുൾ ആക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്. സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റുകളാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഈവൻ സ്കൂളിൽ കുട്ടികൾക്കും ഇത് ഉപയോഗിക്കാം. അവരുടെ ക്രാഫ്റ്റ് വർക്കിനായിട്ടും എക്സിബിഷൻസിനൊക്കെ ആയിട്ട് അവർക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ വരയ്ക്കാൻ കഴിവുള്ളവർക്ക് കുറച്ചുകൂടി അവർക്ക് വരച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വരയ്ക്കാൻ കുറച്ചൊക്കെ അറിയുള്ളൂ വെച്ചാലും അത് പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ അതിൻ്റെ കഴിവ് വളർത്തിയെടുക്കാവുന്നതാണ്. തുടക്കത്തിലൊക്കെ കുറച്ച് തെറ്റ് പറ്റിയാലും അത് സാരമില്ല. അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ തന്നെയാണ് നമുക്ക് കൂടുതൽ ഐഡിയാസ് ഉണ്ടാവുക. ഒന്നും കൂടി അത് നന്നായി ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഔട്ട്ലൈനൊക്കെ ഒരുവിധം വരച്ച് കഴിഞ്ഞു. ഇനിയും കുറച്ചും കൂടിയും കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കൃഷ്ണനെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. കൃഷ്ണൻ്റെ പല ഭാവങ്ങളുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ കൈ രണ്ടും ഇങ്ങനെ വെച്ച് താടിക്ക് കൊടുത്ത് വെച്ചിരിക്കുന്ന ഒരു കൃഷ്ണ ഭഗവാനെയാണ് ഞാൻ വരച്ചിട്ടുള്ളത്. കുട്ടിയായിട്ടുള്ളൊരു കൃഷ്ണനാണ്. എല്ലാവരും ഇത് ഇതുപോലെ വരയ്ക്കാൻ ശ്രമിക്കുക എല്ലാവരും. കളറിങ് ഞാൻ ഇതിന് ചെയ്യുന്നില്ല. ഞാൻ ഇതിന് പെൻസിൽസ് മാത്രമാണ് ഷെയ്ഡിങ് ചെയ്യുന്നത്. കളറിങ് ചെയ്യാതെയാണ് പെൻസിൽ ഷെയ്ഡിങ് വെച്ചിട്ട് ഇതിന് ഡ്രോയിങ് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത വീഡിയോയിലാണ് അതിൻ്റെ ക്രാഫ്റ്റിൻ്റെ വർക്ക് ഇതിലെങ്ങനെ ചെയ്യണു എന്നുള്ളത് കാണിക്കുന്നത്. ഇത് ഞാൻ ചാർട്ടിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ചാർട്ട്, കുറച്ച് തിക്കായിട്ടുള്ള ചാർട്ട്. അപ്പോൾ കുറച്ചും കൂടിയും A4 സൈസ് പേപ്പറിനെക്കാട്ടിലും കുറച്ചും കൂടിയും ക്രാഫ്റ്റ് വർക്ക് അതിൻ്റെ മുകളിൽ ചെയ്യുന്ന കാരണം A4 പേപ്പറിലല്ല അത് ഞാൻ വരച്ചിട്ടുള്ളത്. ഞാൻ ചാർട്ട് പേപ്പറിനെ, ഫുൾ ഷീറ്റ് ചാർട്ടിനെ 4ആയി മടക്കി അതിൻ്റെ ഒരു ഭാഗം, അതായത് 1/4 ഓഫ് ചാർട്ട്, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/4 ചാർട്ടിൻ്റെ പീസാണ് എടുത്തിട്ടാണ് ഞാനിത് വരയ്ക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ക്രാഫ്റ്റ് വർക്കുകൾ ഒരുപാട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് വേണം എനിക്ക്. എല്ലാവരും ഇത് കാണണം. കണ്ടാൽ മാത്രം പോരാ, ട്രൈ ചെയ്യണം. നിങ്ങൾ ശ്രമിക്കണം, അത് ചെയ്ത് നോക്കണം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള വർക്കുകൾ തന്നെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ലിപ്പിൻ്റെ അവിടെയൊക്കെ കുറച്ച് ഷെയ്ഡിങ് ആണ് ഞാൻ കൊടുക്കുന്നത്. മുഖമാണ് എപ്പോഴും നമുക്ക് ഒരു 3D എഫക്റ്റ് ലൈവായിട്ട് നമുക്ക് ഫീൽ ചെയ്യേണ്ടത്. കാർട്ടൂൺ വരച്ച പോലെ ആവരുത്, നമുക്കൊരു ലൈവ്, അതിന് ജീവനുണ്ട് എന്നങ്ങനെ തോന്നണം. അപ്പോൾ മാക്സിമം അത് നമ്മൾ ട്രൈ ചെയ്യാൻ നോക്കുക.
അപ്പോഴാണ് കൂടുതൽ അതിന് എഫക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്നത്. ആ മൂക്കിൻ്റെയൊക്കെ ആ വര ഒന്ന് ഷേപ്പാക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു സ്ട്രോക്ക് ആദ്യം ലൈറ്റായിട്ട് ചെയ്തതിന് ശേഷം എല്ലാം കറക്റ്റാക്കിയതിന് ശേഷം മാത്രം ഡാർക്ക് ചെയ്യേണ്ട പോർഷനിൽ ഡാർക്ക് ചെയ്താൽ മതി. പിന്നെ സ്മഡ്ജിങ് ചെയ്യേണ്ടടുത്ത് സ്മഡ്ജിങ് ചെയ്യാം നമുക്ക്. പുരികൊക്കെ ഒന്നും കൂടിയും ഞാൻ ഐബ്രോസും പുരികൊക്കെ ഒന്നും കൂടിയും അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാണ്. അതുപോലെ മുടിക്കൊക്കെ നമുക്ക് ഷെയ്ഡിങ് ഒക്കെ കൊടുക്കാം, നന്നായിരിക്കും അത്. വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നുണ്ട്, കാരണം ഒറ്റ ചെറിയ വീഡിയോസായിട്ട് ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വർക്കുകൾ ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് വെച്ചാൽ അതിൻ്റേതായിട്ടുള്ള ഡീറ്റെയിലിങ് അതിൽ വേണമല്ലോ. അതുകൊണ്ടാണ് ലെങ്തി വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ ഒത്തിരി ലെങ്തി ആവുമ്പോഴും ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് 3 പാർട്ടായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ 2 പാർട്ടായിരിക്കും, അല്ലെങ്കിൽ 3 പാർട്ടായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അത് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങളുടെ വർക്കും നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ഞാൻ സ്മഡ്ജറാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സ്മഡ്ജിങ് ചെയ്യുമ്പോൾ ആ എഫക്റ്റ്, ആ ഇംപ്രഷനൊക്കെ, എക്സ്പ്രഷൻസൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സ്മഡ്ജർ ഉപയോഗിച്ചിട്ട് പറ്റും. പിന്നെ ലൈറ്റ് ഷെയ്ഡ് നന്നായി കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് റബ്ബറൊക്കെ കൊടുത്തിട്ട് കുറച്ച് വൈറ്റിഷ് കളർ ഇതൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സ്മഡ്ജിങ് നമുക്ക് അതിൻ്റെ തിക്നെസ് അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം ഏത് സ്മഡ്ജറാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. മുടിയൊക്കെ ഒന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. മുടിയിലൊക്കെ നമുക്ക് ഫുള്ള് ഷെയ്ഡിങ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ അടുത്ത ആഴ്ച പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, ഇതിൻ്റെ കണ്ടിന്യൂഷൻ. അപ്പോൾ എല്ലാവരും ഇത് ഫോളോ ചെയ്യുക, ഇതുപോലെ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസായിട്ട് അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുവരയ്ക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ, ബി ഹാപ്പി ഓൾവേസ്. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒത്തിരി ആവശ്യമുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ താങ്ക് യു, ബൈ.